തന്നെ. എന്താ ഇത്രേട്ടാ എല്ലാവരും എന്തെങ്കിലും നോക്കി നിൽക്കുന്നേ? എന്താ? എടാ, ആ മനുഷ്യന്റെ ബാഗ് ആരോ കട്ടുകൊണ്ടുപോയി. ഓ, അപ്പോ ഓരോ മനഃപൂർവ്വം മയക്കി കിടത്തിയായിരിക്കണമല്ലോ. അതെ, മോഷണം പ്ലാൻ ചെയ്തവരായിരിക്കണം അതിന്റെ പിന്നില്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെ പ്ലാൻ ചെയ്ത് മോഷണം നടത്താൻ അയാളുടെ ബാഗില് ലക്ഷങ്ങളും കോടികളും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതിപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ സോനെ. അയാൾക്ക് വിലപ്പെട്ടത് എന്തോ അതിലുണ്ടായിരുന്നുകൊണ്ടല്ലേ അയാൾ ഇറങ്ങി നോക്കുന്നത്. അതെന്തോ കടലാസുകളാണെന്ന് അയാള് മുമ്പേ പറഞ്ഞല്ലോ. പിന്നെ മയങ്ങിപ്പോയെന്നൊക്കെ അയാൾ പറയുന്നതേ എന്തോ വലിയ സംഭവം ഇവിടെ നടന്നു വരുത്തി തീർക്കാൻ വേണ്ടിട്ടാ. ഇനി അതിന്റെ പേരിൽ നിങ്ങളുടെയൊക്കെ പ്രീതി പിടിച്ചു പറ്റാനും പറ്റൂല്ലോ. വലിഞ്ഞു കയറി വന്നവനെ വെള്ളപൂശാനായിട്ട് ചിലരൊക്കെ ഒരുമ്പിട്ട് ഇറങ്ങിയിട്ടുമുണ്ട്. എന്റെ ബാഗ് കിട്ടി. ബാഗ് കിട്ടി. കാശ് മാത്രമേ പോയുള്ളൂ, കടലാസുകളൊന്നും പോയില്ല. അപ്പൊ 2 ലക്ഷം രൂപ അവരുടെ കയ്യിലായി കഴിഞ്ഞു. സാരമില്ല, കാശ് മാത്രമേ പോയുള്ളൂ. പാസ്പോർട്ടും കുടുംബ ഫോട്ടോയും ഒന്നും പോയിട്ടില്ല. എനിക്കത് മതി. വല്ല ചില്ലറയും പോയി കാണും. നിങ്ങൾക്കിപ്പോ സമാധാനമായല്ലോ. ദേ, ആ ബാഗും കെട്ടിപ്പിടിച്ചിരിക്കാതെ വേഗം പോയി ജോലി ചെയ്യാൻ നോക്ക്. അല്ലെങ്കിൽ ആ ബാഗ് പോയതുപോലെ തന്നെയും തൂക്കി വെളിയിൽ കളയും ഞാൻ. ഡിസോനെ, ഞാൻ അമ്പലത്തിലൊന്ന് പോവാ. അയാളെ നീ അടുക്കളയിലോട്ട് വിളിച്ചോണ്ട് പോ. ചെല്ലങ്ങോട്ട്. ആ, അയാൾക്കില്ലാത്ത ടെൻഷനാണല്ലോ നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത്. എടാ കള്ളന്മാരെ, അയാളെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് പോയിരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്കെങ്കിലും സ്വസ്ഥത കിട്ടിയേനെ. എന്ത് ചെയ്യാനാ? അത് കിച്ചണിലോട്ട് വന്നേ, കുറെ പണിയുണ്ട്.
ഇന്ദ്രേട്ടാ, ഇവിടെ നടന്ന മോഷണത്തെക്കുറിച്ച് ഇന്ദ്രേട്ടൻ എന്ത് തോന്നുന്നു? ഇതൊരു ആസൂത്രിതമായ സംഭവമാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ഇന്ദ്രേട്ടാ.